പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന് ഇന്നേ വരെ മാർവൽ യൂണിവേഴ്സിൽ അറിയാത്ത ഒരേ ഒരാളേ ഉള്ളൂ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡെഡ്പൂൾ തന്നെയാണ്. നമ്മുടെ ഡെഡ്പൂളും സ്പൈഡർമാനും ഒരുമിച്ച് ചേർന്ന് ഒരു മിഷന് വേണ്ടി പോയിട്ടുണ്ടാവും. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഇൻസെക്ട്സിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡെഡ്പൂളും സ്പൈഡർമാനും ഒരു ഗുഹയുടെ ഉള്ളിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അതായത് ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. അതായത് പുറത്ത് ഓഡിയൻസിനോട് സംസാരിക്കുന്ന പോലെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അഫ്കോഴ്സ് ഇത് കണ്ട് ഇവൻ ആരോടായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർമാന് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ സ്പൈഡർമാൻ വിചാരിക്കുന്നത് ഇത് പുള്ളിയോട് ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഡെഡ്പൂൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നീ എന്നോട് ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, മതി ഒന്ന് നിർത്തി, ഇങ്ങനെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്ന പോലെ നിർത്തിയിട്ട് നീ എന്നോട് തന്നെ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർമാൻ പുള്ളിയുടെ മാസ്ക് ഊരും. പക്ഷെ ആ മാസ്ക് ഊരിയതിന് ശേഷവും നമ്മുടെ ഡെഡ്പൂൾ ഒരുപാട് ഷോക്കാവുകയാണ്. കാരണം നമ്മുടെ സ്പൈഡർമാൻ ആ മാസ്ക് ഊരിയതിന് ശേഷവും സ്പൈഡർമാൻ്റെ മുഖം ഡെഡ്പൂളിന് കാണാൻ പറ്റൂല. സ്പൈഡർമാൻ്റെ മുഖം മൊത്തം ബ്ലാങ്ക് ആയിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഡെഡ്പൂളിന് മനസ്സിലാകുന്നത് എൻ്റെ വില്ല വേറെ ആരുമല്ല, ഈ റൈറ്റേഴ്സ് തെണ്ടികൾ തന്നെയാണെന്ന് പറയാണ്. അതായത് റൈറ്റേഴ്സ് ഡെഡ്പൂളിന് ഒരു കാര്യം അറിയരുതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെങ്കിലും അത് ഡെഡ്പൂൾ അറിയത്തില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഡെഡ്പൂൾ നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചതും നമ്മുടെ സ്പൈഡർമാൻ പുള്ളിയുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ അതിൽ പുള്ളിയുടെ പേര് പറയുന്ന ഭാഗം മാത്രം മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് കേട്ടതും ഇത് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ഡെഡ്പൂൾ എനിക്കറിയാടാ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ, മാസ്ക് എടുത്ത് കള്ളപ്പന്നി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെഡ്പൂൾ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകും. അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ എന്താ നടക്കുന്നതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഉടനെ തന്നെ സ്പൈഡർമാൻ തിരിഞ്ഞിട്ട് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് കണ്ടില്ലേ ജനങ്ങളെ, ഇവൻ എന്തായി കാണിക്കുന്നത്, എനിക്കൊരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പൈഡർമാൻ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ സ്പൈഡർമാൻ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്ന പോലെ തന്നെ തോന്നുമെങ്കിലും അടുത്ത സീനിൽ തന്നെ കട്ട് ചെയ്തിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നോക്കിയതാ, ആരും കേൾക്കുന്നുള്ള പോലെ ഇല്ലല്ലോ, ഇവന് ഏത് തെണ്ടിയവരോടായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് പോകും.